ഇന്ന് മിച്ചുമോളെ ഡൈൻ ലൈഫ് കണ്ടാലോ? മിച്ചുമോളെ എണീക്ക്, ഇത് 8 മണിയായി. നോക്ക് മിച്ചുകുട്ടി, ലേറ്റ് ആവേ. എണീച്ച മിച്ചു 8:05 കഴിഞ്ഞേ. മിശ്രീ നോമ്പുള്ളത് കൊണ്ട് തന്നെ ആൾക്ക് എണീക്കാൻ വേണ്ടിയിട്ട് നല്ല മടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ സുബഹിക്ക് ശേഷം ഉറങ്ങുമ്പോൾ അത് നല്ലൊരു രസമാണ് അങ്ങനെ ഉറങ്ങാൻ വേണ്ടി. പിന്നെ അങ്ങനെ അവസാനം എണീച്ചു, കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും യൂണിഫോമൊക്കെ റെഡി ആയിട്ടുണ്ടായിന്. അങ്ങനെ യൂണിഫോമൊക്കെ ആയിട്ട് റെഡിയായി. പിന്നെ നമ്മുടെ ബെൽറ്റും ക്ലിപ്പും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ മോളിട്ട് ഓക്കെ ആണോ എന്ന് ചോദിച്ച സമയത്ത് ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുടിയൊക്കെ വാരി സുന്ദരിയാവാൻ നമ്മൾ വീണ്ടും പോയി. അങ്ങനെ നമ്മൾ സുന്ദരിയായി. അങ്ങനെ സുന്ദരിയായി മിച്ചുമോളെ കണ്ടു, മാഷാ അല്ലാ. അങ്ങനെ പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഷോക്സും ഷൂസൊക്കെ ഇട്ടിട്ട് ഇനി വണ്ടി വരാൻ വെയിറ്റ് ചെയ്താൽ മതി. ഓൾറെഡി നേരത്തെയാണ് റെഡി ആയിട്ടുള്ളത്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ റെഡിയാക്കാറുണ്ട്. ഇന്നിപ്പം ഞാൻ ലീവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ എടുക്കാൻ തന്നെ പറ്റിയത്. അങ്ങനെ അവൾ ഷോക്സൊക്കെ ഇട്ടു. നെക്സ്റ്റ് ഷൂസൊക്കെ പോളിഷൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി ഷൂസൊക്കെ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് അങ്ങനെ അവളെടുത്തിട്ടു. പിന്നെ അവളെ ജസ്റ്റ് ഒന്ന് ID കാർഡ് കാണിച്ചതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൾ വീണ്ടും അവളെ ബാഗിൽ എന്തൊക്കെ വെച്ചിന്, സ്കൂളിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ മറന്നിനോ എന്നൊക്കെ നോക്കി. അങ്ങനെ മറന്നിട്ടൊന്നുമില്ല. അപ്പം ബോക്സൊക്കെ എടുത്ത് പെൻസിലും എല്ലാം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തു. അങ്ങനെ ഓക്കെ എല്ലാം. ഇങ്ങനെ നിങ്ങളും ചെക്ക് ചെയ്യാറുണ്ടോ? അതായത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുട്ടികളെ എല്ലാ പുസ്തകങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ. ഇത് എൻ്റെക്കാളും കൂടുതൽ നോക്കുന്നത് ഓൾ തന്നെയാണ്. കാരണം അവസാനം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഓളോട് ബായ് പറഞ്ഞ് ഞാൻ നേരത്തെ പോകുമല്ലോ, അപ്പോൾ പിന്നെ ഓളെല്ലാം ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഓളൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ വേഗം ഓടി ഗേറ്റ് തുറക്കാൻ പോയി. ഓൾക്ക് എപ്പോൾ ഉള്ളൊരു റൂളാണ് ഓളെന്നെ ഫസ്റ്റ് ഗേറ്റ് തുറക്കണം എന്നുള്ളത്. അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് വെച്ചു. അപ്പോഴേക്കും സിസ്റ്റർ മക്കളുടെ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വണ്ടി വന്ന സമയത്ത് ഓടി സ്കൂളിലോട്ടേക്ക് പോയി. പിന്നെ ബാക്കി മിച്ചുക്കുട്ടിയും തെച്ചിമോളും മിച്ചുമോളും ആണ് സെയിം സ്കൂളിൽ. അപ്പോൾ അങ്ങനെ തെച്ചിമോളും റെഡിയായി. അങ്ങനെ സലാനൊക്കെ പറഞ്ഞു, മാഷാ അല്ലാ. അങ്ങനെ മോള് സ്കൂളിലേക്ക് പോകാൻ റെഡിയായി. സ്കൂൾ വണ്ടി വന്നു. അങ്ങനെ അവൾ ബൈ പറഞ്ഞിട്ട് സ്കൂളിലോട്ടേക്ക് പോയി. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ ബൈ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.